ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കാട്ടുനെല്ലിക്ക കയ്യിലുണ്ടോ? കാട്ടുനെല്ലിക്കയും പച്ചമുളകും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കിടിലനായിട്ടുള്ളൊരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കടുവും ഉലുവയും ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ദാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. അപ്പോൾ കുറച്ച് കാലം കേട് കൂടാതെയൊക്കെ ഇരിക്കുന്നതാണ്. എണ്ണ ചൂടായി വന്ന ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതാ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഈ അച്ചാറിന്. പച്ചമുളക് ഇട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക നമ്മൾ അവിച്ചെടുത്തിട്ടൊന്നുമില്ല. പച്ച നെല്ലിക്ക ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നെല്ലിക്കയും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.